സെപ്റ്റംബർ 9, 23-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്ക 6, 12 മുതൽ 19 വരെ വാക്യങ്ങൾ. ഗെറ്റിസ്ബർഗ് യുദ്ധത്തിനു മുമ്പ് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് അദ്ദേഹം തൻ്റെ ജനറൽ ആയിരുന്ന സിക്കിൾസിനോട് പറഞ്ഞു, ഇത്രയും ആത്മാർത്ഥതയോടെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ പ്രാർത്ഥന ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവത്തിൽ എൻ്റെ എല്ലാ വിശ്വാസവും അർപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. രാഷ്ട്രം നശിക്കാൻ അവൻ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതായി എനിക്ക് തോന്നി. ഫലത്തെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല. ഇന്നത്തെ സുവിശേഷം യേശു പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോകുന്നതോടെയാണ് ആരംഭിക്കുന്നത്. രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ദൈവവുമായുള്ള ഏകാന്തതയും കൂട്ടായ്മയും തേടുന്നതിൻ്റെ പ്രാധാന്യത്തെ ഈ പ്രവൃത്തി ഊന്നിപ്പറയുന്നു. ബൈബിളിൽ പർവ്വതങ്ങൾ പലപ്പോഴും ദൈവിക വെളിപ്പെടുത്തലിൻ്റെയും ദൈവവുമായുള്ള അടുപ്പത്തിൻ്റെയും സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ചില തീരുമാനങ്ങൾ എടുക്കാൻ അവനുമായി ബന്ധപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. ആഴത്തിലുള്ള ഏകാന്തതയുടെയും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് യേശു തൻ്റെ 12 അപ്പോസ്തലന്മാരെ വിളിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് അവിടുന്ന് പ്രസംഗിക്കാനും പഠിപ്പിക്കാനും സുഖപ്പെടുത്താനും തുടങ്ങുന്നത്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടുന്നതിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം, ദൈവിക മാർഗനിർദ്ദേശത്തോടെ സമൂഹത്തെ സേവിക്കുന്നതിലും നേതൃത്വത്തിൻ്റെ മൂല്യവും യേശുവിൻ്റെ രോഗശാന്തിയുടെയും അനുകമ്പയുടെയും പരിവർത്തന ശക്തിയെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ഈ സുവിശേഷ ഭാഗം നമുക്ക് കാണാം. പ്രാർത്ഥനാപൂർവമായ വിവേചനത്തിൻ്റെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിനുള്ള ആശ്രയത്തിൻ്റെയും യേശുവിൻ്റെ മാതൃക പിന്തുടരുന്നതിലൂടെ അവൻ്റെ മാർഗനിർദ്ദേശത്തിലുള്ള വിശ്വാസവും ആശ്രയം ഉപയോഗിച്ച് ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും. തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ യേശു ബോധപൂർവം പ്രവർത്തിച്ചതുപോലെ നമ്മുടെ തീരുമാനങ്ങളിലും പരിശ്രമങ്ങളിലും ദൈവം നമ്മെ നയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്ക സുവിശേഷകൻ പറയുന്നു, എല്ലാവരും അവനെ സ്പർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. യേശു എന്ന ഈ മനുഷ്യനിൽ നിന്ന് വലിയ ശക്തി പ്രവഹിച്ചതായി ആളുകൾ കേട്ടിരുന്നു. സുഖപ്പെടുത്താനുള്ള ശക്തി അവനുണ്ടെന്ന് അവർ കേട്ടിരുന്നു. അവരും യേശുവിൻ്റെ സ്പർശനത്തിനും സൗഖ്യമാകലിനും ആഗ്രഹിച്ചാണ് വന്നത്. അത് എത്രയോ വലിയ സമ്മാനമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും രോഗശാന്തി ആവശ്യമാണെന്ന് എനിക്കറിയാം. മുറിവോ പരിക്കോ കഴിഞ്ഞ കാലത്തെ ഒരു അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാകാം. ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രോഗശാന്തി ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തർക്കും യേശുവിൻ്റെ അടുക്കൽ വന്ന് നമുക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ രോഗശാന്തിക്കായി യാചിക്കാനുള്ള ഒരവസരമാണ് ഇന്ന്. നമുക്ക് പല രീതിയിൽ യേശുവിനെ സമീപിക്കാം, സ്പർശിക്കാം. പ്രാർത്ഥനയിലൂടെ, തിരുവെഴുത്ത് ഭാഗം വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ
നിശബ്ദമായി ഇരുന്നു കൊണ്ടോ ആകാം. ഇന്ന് യേശു സ്നേഹപൂർവവും രോഗശാന്തി നൽകുന്നതുമായ വിധത്തിൽ നമ്മെ സമീപിക്കുകയും സ്പർശിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.